നല്ലവരായ ഡോക്ടർമാർ പൊതുജനങ്ങളുടെ നന്മയിലാക്കി അവരുടെ കണ്ടെത്തലുകൾ ധാരാളം അറിവുകളും അനുഭവജ്ഞാനവും പുറത്തുവിടാറുണ്ട്. അതൊക്കെ യൂട്യൂബിൽ ലഭ്യമാണ്. നമ്മൾക്കത് പലതും പൊതുജനങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ് അവയെല്ലാം. വായനയിലൊന്നും സാധാരണ രീതിയിൽ കിട്ടാറില്ല. അത്ര പ്രായോഗികമായ രീതിയിൽ പൊതുജനങ്ങൾക്ക് സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലാണ് പലതും അവതരിപ്പിക്കാറുള്ളത്. നല്ല ഭക്ഷണം ചിട്ടപ്പെടുത്തി കഴിച്ചാൽ പെട്ടെന്നൊന്നും ഒരു രോഗവും ബാധിക്കുകയില്ല. രോഗം അങ്ങനെ ബാധിക്കുക തന്നെ ഇല്ല എന്ന് പറയാം. പകർച്ചവ്യാധികളും പിടിപെടുകയില്ല. പല ഘടകങ്ങൾ ചേർന്ന് ആണ് ഭക്ഷണം. അതിലേറ്റവും മുഖ്യമായത് നമ്മളുടെ ഊർജത്തിന് വേണ്ടിയിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതാണ് ഗോതമ്പ്, അരി, പഴങ്ങൾ, പഞ്ചസാര, തേന് തുടങ്ങിയ വസ്തുക്കൾ. മധുരമുള്ള എല്ലാം അല്ലാത്തതുകൊണ്ട് അതാണ് അരിയും ഗോതമ്പും ചോളവും മറ്റുമൊക്കെ. ഇത് നമ്മുടെ നിത്യഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങളാണ്. ഇത് വേണം ആവശ്യത്തിന് ഊർജം വേണ്ടിയിട്ട് ശരീരത്തിന് ജോലികൾ ചെയ്യാൻ, നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ പ്രവർത്തിക്കാൻ, അകത്തും പുറത്തുള്ള അവയവങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ് വേണം. അത് കൊണ്ടാണ് നമ്മളത് കഴിക്കുന്നത്. പക്ഷേ അത് അധികമാകുന്നു. ഒരു സാധാരണ രീതിയിൽ ഒരു ഇന്ത്യനായ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കാർബോഹൈഡ്രേറ്റാണ്. അറിവില്ലായ്മ കൊണ്ടാണ്. വളരെ ലിമിറ്റ് ചെയ്തത് ഉപയോഗിക്കാവുള്ളൂ. ഡയബറ്റീസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതിനും മറ്റു പല രോഗങ്ങൾക്കും കരളിന് മെയിൻ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെയൊക്കെ കാരണം ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ അധികമായ ഉപയോഗമാണ്. ധാതു ലവണങ്ങൾ, മിനറൽസ് വളരെ അത്യാവശ്യമാണ് ശരീരത്തിന്. വൈറ്റമിൻസ്, പ്രോട്ടീന്, കൊഴുപ്പുകൾ ഇതെല്ലാം വേണം ശരീരത്തിന്. ഇതൊക്കെ താരതമ്യേന കുറവാണ്. അരിയും ഗോതമ്പും ഇല്ലാത്തൊരു ഭക്ഷണം നമുക്കില്ല. ദിവസത്തിൽ 3 നേരം എന്നുള്ളതിന് 4 നേരവും കഴിക്കും ഈ അരിയോ ഗോതമ്പോ കൊണ്ടുള്ള വസ്തുക്കൾ. അത് കാർബോഹൈഡ്രേറ്റാണ്. അത് അധികമായി പോകുന്നു, വളരെ അധികമായി പോകുന്നു ശരീരത്തിന്. അതാണ് കൊഴുപ്പായിട്ട് അടിഞ്ഞുകൂടുന്നത് ശരീരത്തിൻ്റെ പല ഭാഗത്തും. അത് ഡോക്ടർമാർ കണ്ടെത്തിയതാണ്. അത് നിരീക്ഷണത്തിലൂടെ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയതാണ്. ലോകം മുഴുവനുള്ള ഡോക്ടർമാർ, ശാസ്ത്രജ്ഞന്മാരും ഉണ്ട്. മിനറൽസ് കിട്ടാൻ വേണ്ടി പഴങ്ങൾ, ഇലക്കറികൾ ഇതൊക്കെയാണ് ആവശ്യം. എല്ലാ ദിവസവും ഏതെങ്കിലും ഇലക്കറികളോ പഴങ്ങളോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. കിഴങ്ങ് വർഗ്ഗങ്ങളിലും ഉണ്ടവ. കാർബോഹൈഡ്രേറ്റ് പരമാവധി കുറയ്ക്കണം. പഞ്ചസാര കുട്ടിയായിരിക്കുമ്പം പോലും അധികം കൊടുക്കരുത്. അവർക്ക് അതിനോടുള്ള ആ കമ്പം ഉണ്ടാവാതെ സൂക്ഷിക്കുക. അധികം ചെറിയ അളവിലെ പഞ്ചസാരയോ ഉപയോഗിക്കാവുള്ളൂ. തേനൊക്കെ അതേ പെടുന്നതാണ്. പക്ഷേ അതിന് ധാരാളം മിനറൽസ് ഉണ്ട് തേനിനകത്ത്, ശുദ്ധമായ തേനാണെങ്കിൽ. അല്ലാത്തതൊക്കെ പഞ്ചസാരയിൽ കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ. ചോറും ഗോതമ്പും കപ്പയും ഇഡ്ഡലിയും ദോശയൊക്കെ എപ്പോഴും ചപ്പാത്തിയൊക്കെ തിന്നുന്ന ഒരു മനുഷ്യന് പഞ്ചസാര കൂടെ ഉപയോഗിച്ചൊരു ചായയുടെ ആവശ്യമില്ല. അത് ഒഴിവാക്കുക വേണ്ടത്. പഞ്ചസാര ഇടാതെ ഏതെങ്കിലും രീതിയിലുള്ള പാനീയമാണ് ആവശ്യം. മിനറൽസ്, പഴങ്ങൾ, അധികം കാർബോഹൈഡ്രേറ്റ് ഉള്ളതാണ് മധുരം കൂടിയ പഴങ്ങൾ. ഈന്തപ്പഴം, ചക്കപ്പഴം, കൈതച്ചക്ക തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ, അതിൻ്റെയൊക്കെ അളവ് കുറയ്ക്കണം. അത് കഴിച്ചിട്ട് മറ്റു ഭക്ഷണങ്ങൾ ചോറും അരിയും കുറച്ചാൽ മതി. ചോറോ ഗോതമ്പോ ഇഡ്ഡലിയോ ഒക്കെ അങ്ങ് അളവ് കുറച്ചിട്ട് അതിന് സ്ഥലത്ത് പഴം തിന്നുന്നതിന് കുഴപ്പമില്ല. ഉപ്പും ന്യായമായ അളവിലാണ് ആവശ്യം. നമ്മൾ 20 മടങ്ങ് ഉപ്പാണ് കൂടുതൽ കേരളത്തിൽ ഉപയോഗിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ നല്ലപോലെ എരിവ് ചേർക്കും. എരിവ് നന്നായിട്ട് ചേർത്ത് ഭക്ഷണം പാകം ചെയ്യുന്നത് കൊണ്ട്, പുളിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഈ ഉപ്പ് അതുമായിട്ട് അങ്ങ് ന്യൂട്രലൈസ് ചെയ്തതുപോലെ നമുക്ക് തോന്നും. ഈ രസങ്ങളെല്ലാം കൂടെ വരുന്നതുകൊണ്ട് 20 മടങ്ങും പറ്റുമൊക്കെ ഉപ്പ് കൂടുതൽ ശരീരത്തിൽ ചെല്ലുന്നു. ഇത് മുഴുവൻ ആവശ്യത്തിൽ കവിഞ്ഞു പുറന്തള്ളിയേ പറ്റൂ. ആ കിഡ്നിയാണ് വർക്ക് ചെയ്യേണ്ടത്. നന്നായിട്ട് വേർക്കുന്ന ആളാണ് കുറച്ചങ്ങനെ പോകും.
ഈ കിഡ്നിയുടെ വർക്ക് വളരെ വർദ്ധിപ്പിക്കും ഈ ഉപ്പിൻ്റെ ഉപയോഗം അധികമായാൽ. പപ്പടത്തിലുമൊക്കെ ഉപ്പ് അതുപോലെ ഒളിഞ്ഞിരിക്കുക, നമ്മളത് കഴിക്കുമ്പോൾ അറിയില്ല. പപ്പടത്തിലും അച്ചാറിലുമൊക്കെ ആവശ്യത്തിൽ കവിഞ്ഞ് നമുക്ക് ഫീൽ ചെയ്യില്ല. ഒത്തിരി അളവിൽ ചേർത്താലും കുറവാണെന്ന് തോന്നും. അതുകൊണ്ടാണ് ഈ അച്ചാറും പപ്പടവും ഒന്നും ഉപയോഗിക്കില്ലെന്ന് പ്രശ്നമുള്ള രോഗികളോട് ഡോക്ടർമാർ പറയുന്നത്. ഇത് നമ്മൾ പരമാവധി സൂക്ഷിച്ച് നല്ല വ്യായാമവും ചെയ്ത് നല്ലപോലെ വെള്ളവും കുടിച്ച് ഉപ്പ് ചെല്ലുന്നതിൽ കുറഞ്ഞതാണ്. വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോഴെങ്കിലും ഉപ്പ് കുറച്ചെടുക്കാമല്ലോ. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് കുറച്ചുപ്പ് ചേർത്ത് ശീലിപ്പിച്ചെടുക്കാമെങ്കിൽ ഉപ്പ് അധികം ചെല്ലാതിരിക്കും. ഉപ്പിൻ്റെ ദുരുപയോഗം കാരണം, അധിക ഉപയോഗം കാരണം 20 ലക്ഷം പേരാണ് ഒരാണ്ടിൽ ലോകത്തിൽ മരിച്ചു പോകുന്നൊരു കണക്ക് അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. അത്ര കുഴപ്പക്കാരനാണ് ഈ ഉപ്പ്. ആവശ്യത്തിന് വെള്ളം കുടിക്കാതോടെ ഇരിക്കുമ്പോൾ ഉപ്പ് പുറന്തള്ളാൻ മാർഗമില്ല. കണക്കിലധികം ഉപ്പ് ശരീരത്തിൽ സംഭരിക്കും. പല അവയവങ്ങളുടെയും പ്രവർത്തനങ്ങൾ കഷ്ടത്തിലാവും. പ്രഷർ വർദ്ധിക്കും. അവയവങ്ങളുടെ പ്രവർത്തനക്ഷമത കുറയും ഉപ്പിൻ്റെ ആധിക്യം കാരണം. ഉപ്പൊരു മറ്റ് മിനറൽസിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതാണ് ശരീരത്തിൽ ഉള്ളത്. അതുകൊണ്ട് ശരീരത്തിൽ മിനറൽസിൻ്റെ ധാതുലവണങ്ങളുടെ കുറവ് വരും. ഒത്തിരി പ്രശ്നങ്ങൾ വരും. ലോഹങ്ങളുടെ കുറവ് വരും. ലോഹങ്ങൾ വേണം, ഇരുമ്പുൾപ്പെടെ എല്ലാം. അത് ഇലക്കറിയിൽ നിന്നാണ് കിട്ടുന്നത്. ഇലക്കറികൾ ധാരാളം കഴിക്കുന്ന ഒരാളിന് നല്ല ആരോഗ്യം നിലനിർത്താൻ സാധിക്കും. പിന്നെ സൂര്യപ്രകാശം വളരെ അത്യാവശ്യമാണ്. വിറ്റാമിൻ ഡി ഇല്ലാത്തവർ ആണ് അധികം പേരും ഇപ്പോൾ. ഒരു 25 വയസ്സ് മുതലുള്ള ആൾക്കാരുണ്ട് ഇത് ഇല്ലാത്ത, അതായത് വിറ്റാമിൻ ഡി ശരീരത്തിൽ ഇല്ല ആവശ്യത്തിന്. അതിന് വേണ്ടിയിട്ട് ടാബ്ലറ്റ്, ഇഞ്ചക്ഷൻ ഇതൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. ക്യാപ്സ്യൂളുകൾ ധാരാളം കഴിക്കുന്നുണ്ട് ആൾക്കാർ. കൊച്ചുകുട്ടികൾ ഈയിടെ അടുത്ത കാലത്ത് ഒരു 22 വയസ്സുള്ള ഒരു പെൺകുട്ടി പറഞ്ഞതാണ്. ആ ഡോക്ടർ പറഞ്ഞു വിറ്റാമിൻ ഡി ഇല്ല, അതിന് വേണ്ടിയിട്ട് പ്രത്യേക മരുന്നുകൾ കുറിച്ച് കൊടുത്തിരിക്കുക, അത് നിത്യേന കഴിക്കണം എന്ന്. വെയിൽ കൊള്ളുന്നത് നമുക്ക് പ്രകൃതി തരുന്നതാണ്, സൗജന്യമായിട്ട് തരുന്നതാണ് വിറ്റാമിൻ ഡി തന്നെയല്ല, മറ്റനേക മൂല്യങ്ങളും ശരീരത്തിലേക്ക് വന്നു ചേരുന്നുണ്ട് സൂര്യപ്രകാശത്തിലൂടെ. രാവിലെയും വൈകിട്ടും അല്ല അത് കൂടുതലുള്ളത്. അതിന് ശരിയായ അളവിൽ കിട്ടണമെങ്കിൽ 11 മുതൽ 3 വരെയുള്ള വെയിൽ. നല്ലപോലെ വെളുത്ത ആളാണെങ്കിൽ 20 മിനിറ്റ് കൊണ്ടാൽ മതി. തിരിഞ്ഞും മറിഞ്ഞു നിന്ന് 2 ശരീരത്തും തൊലിപ്പുറത്ത് നേരിട്ട് കൊള്ളണം. തുണിയുടെ പുറത്തൂടെ അല്ല കൊള്ളേണ്ടത്. കയ്യിലും കാലിലുമൊക്കെ പരമാവധി കൊള്ളിക്കാവുന്നതെങ്കിലും കൊള്ളിക്കണം. ഇങ്ങനെ വിറ്റാമിൻ ഡി ആവശ്യത്തിനുണ്ടെങ്കിൽ തന്നെ പ്രഷർ വർദ്ധിക്കുകയില്ല, മാനസികമായ പക്വത നഷ്ടപ്പെട്ട് വിഭ്രാന്തി ഉണ്ടാകുകയില്ല. ഇതൊക്കെ വളരെ നല്ല സൂര്യപ്രകാശത്തിൽ ശുദ്ധജലം, ആവശ്യത്തിന് ജലം കൊടുത്തെങ്കിലേ ആവശ്യമില്ലാത്ത ഉപ്പ് പുറത്തു പോവുള്ളൂ. ഉപ്പ് നമുക്ക് വളരെ ചെറിയ അളവിലേ ആവശ്യമുള്ളൂ. ഒരു ഡോക്ടർ പറഞ്ഞ 2 ഗ്രാം തന്നെ അധികമാണ് ശരീരത്തിൽ നിന്ന്. 20 അദ്ദേഹം തന്നെ പറഞ്ഞത് 20 ഗ്രാമാണ് ചില ആൾക്കാർ ഒരു ദിവസം ഉപയോഗിക്കുന്നതെന്ന്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞ് നന്നായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെങ്കിൽ നല്ല വ്യായാമവും വേണം. ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും അന്തരാവയവങ്ങൾ പോലും നല്ലവല്ലതും വൈബ്രേറ്റ് ചെയ്യണം. എങ്കിലും ഓടുകയോ ചാടുകയോ കിളയ്ക്കുകയോ വിറവ് വെട്ടുകയോ ഒക്കെ ചെയ്യണം. സ്പീഡിൽ അങ്ങോട്ട് നടന്നുകൊണ്ട് കാര്യമില്ല, കുറച്ചൊരു ആശ്വാസം മാത്രമേ ഉള്ളൂ. മേലുകീട് നിൽക്കുന്നിടത്ത് തന്നെ ചാടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മഴുവെടുത്ത് കുറച്ച് വിറവ് വെട്ടുക, ഇല്ലെങ്കിൽ വെള്ളം കോരുക, അരിയാട്ടുക, അരകല്ലിൽ അരയ്ക്കുക. ഇതുപോലുള്ള വ്യായാമങ്ങളുണ്ടായിരുന്നു മുൻപ്. ഇപ്പോൾ എല്ലാ യന്ത്രങ്ങൾ ചെയ്യുന്ന കാരണം പ്രഷറും ഷുഗറും വളരെ ചെറുപ്പത്തിലെയാണ് ഉണ്ടാകുന്നത്. വളരെ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണിത്. ഇത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നല്ല ഭക്ഷണം, പ്രോട്ടീന് വേണ്ടിയിട്ട് ചെറു മത്സ്യങ്ങൾ കഴിക്കുക. ധാരാളം വലിയ മത്സ്യങ്ങളിൽ പ്രോട്ടീനും കുറവാണ്. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ കടലിൽ അതിൻ്റെ ശരീരത്തിൽ കടന്നുകൂടുന്നുണ്ട്. വലിയ മത്സ്യങ്ങളുടെ ഉപയോഗം കുറച്ചിട്ട് ചെറിയ മത്സ്യങ്ങൾ, ഏറ്റവും ചെറുത്, അത് മാത്രം ഉപയോഗിച്ചാൽ മതി. ആവശ്യമുള്ള പ്രോട്ടീൻ അതിൽ നിന്ന് കിട്ടും. പ്രോട്ടീൻ ഒത്തിരി നമുക്ക് ആവശ്യമില്ല, എങ്കിലും കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ വളർച്ച, ബുദ്ധിമാന്ദ്യം, ഓർമ്മക്കുറവ്, ക്ഷീണം ഇതെല്ലാം ഉണ്ടാവും. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം രൂപം കൊള്ളുന്ന ഭക്ഷണത്തിൽ നിന്നാണ് കൂടുതലായിട്ടും.
സൂര്യപ്രകാശം, ശുദ്ധജലം, ശുദ്ധവായു, ഇതൊക്കെയാണ് നല്ല വ്യായാമം. വ്യായാമം ഇല്ലെങ്കിൽ എല്ലാ ടിഷ്യൂസും ചലിക്കുകയില്ല, അത് പ്രവർത്തിക്കാൻ മറന്നു പോകും ക്രമേണ. പാങ്ക്രിയാസ് പോലും അനക്കം വരുന്നുണ്ട് നമ്മൾ നല്ല ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുമ്പോൾ. അവിടെയാണ് യോഗാസനത്തിൻ്റെ ഗുണം. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വ്യായാമം എത്തുന്നൊരു സംവിധാനമാണ് ഈ യോഗാസനം. 6 എണ്ണം ദിവസം ചെയ്യാമെങ്കിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും, അകത്തും പുറത്തുമുള്ള എല്ലായിടത്തും ആവശ്യമുള്ള ചലനങ്ങളും ആവശ്യമുള്ള വലിവും ലഭിക്കും. അപ്പോൾ സർക്കുലേഷൻ നന്നാവും. ഇത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ബ്ലഡ് നല്ലപോലെ ഒഴുകി ചെല്ലുകയില്ല, അതൊക്കെ പ്രശ്നമാണ്. ഇത് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് മുഴുവൻ ഡോക്ടർമാർ പറഞ്ഞ കാര്യങ്ങളാണ്. അനേക ഡോക്ടർമാരുടെ പ്രഭാഷണങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. അതിൻ്റെ ഒരു പൊതുരൂപമാണ് ഞാൻ ഈ പറഞ്ഞത്. എൻ്റേതായ ആശയങ്ങൾ ഇതിലൊന്നുമില്ല. എനിക്ക് അത്രയും അറിഞ്ഞുകൂടല്ലോ. മെഡിക്കൽ സയൻസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഡോക്ടർമാർ പറയുന്നതും ഞാൻ വിശ്വസിക്കുന്ന ഡോക്ടർമാരാണ് അവരുടെ കാര്യങ്ങൾ എടുത്ത് അതെല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിച്ച് അതിൻ്റെ ഒരു ആശയമാണ് ഞാൻ പറഞ്ഞത്. ഇത് ആർക്കും യൂട്യൂബിൽ ലഭ്യമാണ്. ഇത് നോക്കുകയേ ചെയ്യാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാനിതൊന്ന് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോഴെങ്കിലും അങ്ങനെ ഒന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊരു തോന്നൽ ഒരാൾക്കെങ്കിലും വന്നാൽ അത്രയും നല്ലതാണല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പറയാറുള്ളതിൻ്റെ കൂട്ടത്തിൽ ഈ വിഷയവും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എൻ്റേതായ ആശയങ്ങളൊന്നുമില്ല ഇതിൽ. അതുകൊണ്ട് ഇതെല്ലാം യൂട്യൂബ് നോക്കി ഉറപ്പ് വരുത്തി അത് പ്രായോഗികമാക്കാൻ ശ്രമിക്കണം. ഓക്കെ.